മുത്തേ നിന്നെ കണ്ടിട്ടിന്നുള്ളിൽ മെല്ലെ പൂവിട്ടല്ലോ പ്രേമമല്ലിപ്പൂ. മല്ലിപ്പൂവേ എന്നും ചൊല്ലിക്കൊണ്ടെന്നിഷ്ടം കൂടാനെത്തും കള്ളനല്ലേ നീ. ഒന്നു കാണാൻ എത്ര നാളായി കാത്തിരുന്നെന്നോ കൂട്ടിനെത്തിയ പൂങ്കിന പെണ്ണേ. അയ്യോ, ഈ വെടിവെച്ച കോവിൽ സുമയെ വെടിവെച്ചിട്ട് എന്റെ കെട്ടിയവനെ കൊണ്ട് നായിക പോയേ. അയ്യോ 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 ദൈവമേ, ഞാൻ കാണുന്ന സ്വപ്നം എല്ലാം ഫലിക്കുമല്ലോ ദൈവമേ. എന്നാലും അതല്ലല്ല, സ്വപ്നത്തെ പോലും വെടിവെച്ചിട്ട് ഒരിത്തിരി പോലും ചോര എന്റെ മേത്തില്ലല്ലോ. അതെങ്ങനെയാ? മാതള നാരങ്ങ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞ അങ്ങനെ ഷോർട്ട് ഫിലിം പിടിക്കാൻ പോകാനല്ലേ സമയമുള്ളൂ അല്ലേ? എന്നാലും എന്റെ സുമേ, അങ്ങേര് വിടില്ലാത്ത സമയത്ത് നീ അങ്ങനെ കുറ്റം പറയാൻ പാടുണ്ടോ? ഒന്നുമില്ലേ, നമ്മുടെ ഭർത്താവല്ലേ. ഹായ്, എന്റെ ചേട്ടനല്ലേ അത്? മാലയും പൂച്ചണ്ടും ഒക്കെ ഉണ്ടല്ലോ. അയ്യോ, അപ്പൊ കെട്ടി. എന്റെ ദൈവമേ, എന്റെ സ്വപ്നം ഫലിച്ച്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇങ്ങോട്ട് വാട്ടാ, കാണിച്ചു തരാം ഞാൻ. എന്നെ ഹലോ അളിയാ ബിജു, നീ വിളിച്ചപ്പോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എടാ, അത് എനിക്കൊരു ക്ലബിന്റെ സ്വീകരണ പരിപാടി ഉണ്ടായിരുന്നു. എടാ, കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തില്ലേ, തത്തമ്മയ്ക്കൊരു കൊച്ചമ്മ. അത് ഹിറ്റായി. അതിന് വേണ്ടിയിട്ടാണ് അവർ ചെറിയൊരു സ്വീകരണ പരിപാടിയൊക്കെ തന്നത്. പിന്നെ പ്രോത്സാഹനം ഉണ്ടെങ്കിലല്ലേ അളിയ ഇതിനൊക്കെ നമുക്ക് താല്പര്യം ഉണ്ടാവത്തുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. പ്രോത്സാഹനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടല്ലേ? പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഒന്നല്ല, ഓരോ 100 സ്വീകരിക്കാനും ഞാൻ തയ്യാറാ. അപ്പൊ കഴിഞ്ഞല്ലേ? കഴിഞ്ഞ് ഗംഭീരമായിരുന്നു. ജനങ്ങൾ വന്നു, കമ്മിറ്റിക്കാർ വന്നു, ക്ലബ്ബുകാർ സ്വീകരണം തന്നു. സ്വീകരണമായിരുന്നോ? പിന്നെ നീ എന്തെന്ന് വിചാരിച്ച കല്യാണം വന്നോ? എന്താ കയ്യിൽ കൊടുപാട്? അതൊരു തേങ്ങ പൊതിക്കാന്. തേങ്ങ പൊതിക്കാൻ? എന്നിട്ട് പൊതിച്ചില്ലേ? അല്ല, പൊതിക്കേണ്ടി വന്നില്ല. പൊതിക്കേണ്ടി അല്ലേ? ഈ വീടിനകത്തിരുന്ന കലവും ചട്ടിയൊക്കെ എടുത്ത് പുറത്തോട്ട് വെച്ച് ഇതെന്തോ നീ അടുക്കള കൊണ്ട് ജപ്തി ചെയ്താ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഇന്ന് ഞായറാഴ്ച അണ്ണാച്ചി വരുന്ന ദിവസം. നിങ്ങളുടെ ഷോർട്ട് ഫിലിമിൽ നായിക വരുന്ന ദിവസമല്ലേ ഇന്ന്? അത് ഞാനങ്ങ് മറന്നുപോയടി. മണന്നങ്ങ് പോയി, ഞാനങ്ങ് വിശ്വസിച്ച്. നീ അങ്ങനെ പറയല്ലേടി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മീരാക്കുരുവിനോട് വാഴത്തോട്ടത്തിലെ പ്രണയം പിടിച്ചില്ലേ? പിടിച്ച് നാട്ടുകാർ പിടിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് നിങ്ങൾ നീനാക്കുരിപ്പുരായിട്ട് വാഴത്തോട്ടത്തിൽ പ്രണയം ഉണ്ടാക്കുകയായിരുന്നെന്ന്. വാഴത്തോട്ടത്തിലെ പ്രണയം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം അല്ലേ പ്രാന്തി? ആ ഷോർട്ട് ഫിലിമിലെ നായികനെയും കൊണ്ട് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അകത്തുനിന്ന് റിഹേഴ്സൽ വെച്ചായിരുന്നോ? വെച്ചായിരുന്നു. അടുക്കളയിലൊന്ന് അടുക്കി പിടിച്ച തോരനൊന്ന് ഇളക്കാൻ പോയ സമയത്ത് സ്ക്രിപ്റ്റിലില്ലാത്ത സീനിൽ നിന്ന് അഭിനയിക്കുന്നു. അത് ഏത് സീനാടി? നായികയുടെ കൈ പിടിച്ച് കറക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾ നായികനെ കയ്യിലെടുത്ത് കറക്കിയില്ല മനുഷ്യ. അത് കൈന്നിട്ട് കറക്കിയതാടി. അതിന് മുന്നേ അറിയാതെ കറക്കിയതാ. ഇങ്ങനെ കറക്കാൻ എക്സ്പേർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് വല്ല കറവ പണിക്ക് പോയിക്കൂടെ? ഒരു കലാകാരൻ ഇങ്ങനെ മുളയിലെ നുള്ളിക്കളയല്ലടി. അതിന് പാരാ മുളയില് മുള്ളിയത്? നിന്റെ അച്ഛൻ. അതാണോ ഞാൻ പറഞ്ഞോണ്ട് വന്നത്?